ഓക്കെ, എന്താണ് നമ്മുടെ ചാപ്റ്റർ 6 ആണ്, ട്രാൻസ്ഫർ പ്രൈസിങ്. ഓക്കെ, എന്താണ് ഈ ചാപ്റ്ററിലുള്ളത് നോക്കാം. ഇതിന്റെ ഓവർവ്യൂ ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 5 ടോപ്പിക്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്, എന്താണ് മീനിങ്, അതിന്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്. ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസും, പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷന് ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് പ്രോബ്ലംസ്. പിന്നെ ഉള്ളത് മെത്തേഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് മീനിങ്, ഡെഫിനേഷൻ, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് ഇത് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്നുള്ളത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, പിന്നെ പ്രോബ്ലംസ് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരിക ഒരു ഓർഗനൈസേഷനത്, പിന്നെ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിങ് ചെയ്യാൻ പറ്റുക. ഇതാണ് പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ്സ് സീ എന്താണ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ് ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കാം. ട്രാൻസ്ഫർ പ്രൈസ് ഇസ് ദ പ്രൈസ് ദാറ്റ് വൺ സെഗ്മെന്റ്, ഡിവിഷൻ or department charges for a product or service supplied to another segment, division or department of the same organization. ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, സെയിം ഓർഗനൈസേഷനിലുള്ള ഒരു സെഗ്മെന്റ്, വൺ സെഗ്മെന്റ് അല്ലെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചാർജ് ചെയ്യണം? പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസിന് വേണ്ടിയിട്ട് അത് സപ്ലൈ ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്നു. ഒരു സെഗ്മെന്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്നു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ. ഓക്കെ, ഓഫ് ദ സെയിം ഓർഗനൈസേഷൻ. ഒരേ ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിൽ സെയിലും പർച്ചേസും നടക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മെത്തേഡിനെയാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. ആ മെക്കാനിസം അവിടെ ആ ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ട്രാൻസ്ഫർ പ്രൈസിങ് നടക്കുന്നു എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാം. മൾട്ടിനാഷണൽ കമ്പനീസ് പറഞ്ഞാൽ എന്താണ്, വേറൊരു കമ്പനിയിൽ ആയിരിക്കും ഒറിജിൻ, പക്ഷെ അതിൻ്റെ എന്താ പറയുക, റൂട്ട് കമ്പനി വേറെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയൊക്കെ വേറെ സ്ഥലത്ത് വേറെ കൺട്രീസിലായിരിക്കും അല്ലേ. അപ്പോൾ അവിടേക്ക് ഈ സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം സെയിലിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ സെയിൽ ചെയ്യണം, ചൈനീസ് മൊബൈലാണ്, ചൈനീസ് എന്ന് പറയാൻ പാടില്ല, ഓക്കെ, വേറെ അമേരിക്കൻ മൊബൈലാണ് അല്ലെങ്കിൽ ജാപ്പനീസ് മൊബൈലാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് സെയിലിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സെയിൽ നടത്തണമെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ കമ്പനി ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടേക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അവിടെ ആ സാധനങ്ങൾ ഇങ്ങോട്ട് തരുമ്പോൾ അത് ഒരേ സെയിം ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അല്ലേ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ കൺട്രിയിൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രൈസ്, എക്സ്ട്രാ പ്രൈസ് ചാർജ് ചെയ്തിട്ടായിരിക്കും. ലൈക്ക് സെയിൽ ചെയ്യുന്നത് പോലെയാണ് അവരവിടെ കാണിക്കുക അല്ലേ. ഇവിടെ അതേപോലെ പർച്ചേസ് ചെയ്യണ പോലെ ആയിരിക്കും ഇന്ത്യൻ കമ്പനി കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു മെക്കാനിസമിനെയാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് ശരിക്കും ഒരു സെയിലും പർച്ചേസ് അല്ല, എന്നാൽ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ അത് നടക്കുന്നത് സെയിം ഓർഗനൈസേഷനിലാണ്. അത് കാരണം കൊണ്ട് അത് സെയിൽ അല്ല എന്ന് പറയാം. പക്ഷെ ആ ഒരു മെക്കാനിസം അങ്ങനെ ആയതുകൊണ്ട്, സെയിൽ പോലെയാണ് അല്ലെങ്കിൽ പർച്ചേസ് പോലെ ആയതുകൊണ്ട് അതിനെ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് വേറെ പേരിലാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സെയിം ഓർഗനൈസേഷനിൽ നടക്കുന്ന സെയിലും പർച്ചേസ്, അതിനെയാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളിനോട് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. അടുത്തൊരു ഇത് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ പ്രൈസ് ഇസ് എൻ ഇന്റർണൽ ഡിവിഷണൽ ചാർജ്. എന്ത് കാരണം കൊണ്ടായത് ഇന്റർണൽ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ സെയിം ഓർഗനൈസേഷൻ. ഒരേ ഓർഗനൈസേഷനിൽ തന്നെ ആയതുകൊണ്ടാണ് ഇത് ഇന്റർണൽ പറയുന്നത്. ഡിവിഷണൽ ചാർജ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലോ അല്ലെങ്കിൽ ഡിവിഷനുകൾ തമ്മിലുള്ള ചാർജാണ്. ഓക്കെ, അത് കാരണം കൊണ്ടാണ് ഇന്റർണൽ ഡിവിഷണൽ ചാർജ് എന്ന് പറയപ്പെടുന്നത്. അറ്റ് വിച്ച് വൺ ഡിവിഷൻ ഓർ ഡിപ്പാർട്ട്മെന്റ് സെൽസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു അനദർ. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു, സെൽ ചെയ്യുന്നു ഇൻ ദ സെയിം ഓർഗനൈസേഷൻ. ആ സെയിം ഓർഗനൈസേഷനിൽ നടക്കുന്ന വിൽപ്പനയ്ക്കാണ് നമ്മളെന്ത് പറയുന്നത്, ട്രാൻസ്ഫർ പ്രൈസിങ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ ഒരു ഡെഫിനേഷൻ കൂടി എഴുതിയിട്ടുണ്ട്. ഓൺ ഗ്രെയിൻ ഡിഫൈൻസ് ട്രാൻസ്ഫർ പ്രൈസ് ആസ് ദ amount charged by one segment. ഒരു സെഗ്മെൻറ്റ് മറ്റൊരു സെഗ്മെൻറ്റിന് മുകളിൽ ചാർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എമൗണ്ട് ചാർജ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദ സെഗ്മെൻറ്റ് പ്രൊഡ്യൂസിങ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ടു ദ എക്വയറിംഗ് സെഗ്മെൻറ്റ്. ഒരു സെഗ്മെൻറ്റിന് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റിന് അതെന്തായിരിക്കും സെയിലാണെങ്കിൽ എക്വയർ ചെയ്യുന്ന സെഗ്മെൻറ്റിന് അതെന്തായിരിക്കും കോസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇത് ഞാൻ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത് ഒരു പിക്ചറിലൂടെയാണ്. ഇത് സപ്പോസ് ഒരു ഒറ്റ ഓർഗനൈസേഷൻ ആണ് വിചാരിച്ചോളൂ. ഈ ഒരു ഓർഗനൈസേഷനിൽ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് 1ഉം ഡിപ്പാർട്ട്മെന്റ് 2. ഡിപ്പാർട്ട്മെന്റ് 1 പ്രൊഡക്ഷൻ ആണ്, ഡിപ്പാർട്ട്മെന്റ് 2 സെയിൽസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് 10 രൂപയുടെ സാധനം എന്ത് ചെയ്യണത് 12 റുപ്പീസിലേക്കാണ് ചാർജ് ചെയ്തിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? സെല്ലിംഗ് ആണ് നടക്കുന്നത്. നടക്കുന്നത് സെൽ ചെയ്യുന്നു. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് 2നാണ് സെല് ചെയ്യുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി ഹയർ എമൗണ്ടിലാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്യാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനോട്. ഓക്കെ, ചാർജ് ചെയ്യണം എമൗണ്ട് അല്ലേ, 12 രൂപ ചാർജ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ചാർജിങ് ആ മെക്കാനിസമിനെയാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റർ കമ്പനി ട്രാൻസ്ഫർ പ്രൈസിങ്. എന്തിനാണ് കമ്പനീസിൻ്റെ ഉള്ളിൽ ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് നടക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? To evaluate performance and profitability of each individual division. എല്ലാ ഇൻഡിവിജ്വൽ ഡിവിഷൻ്റെ പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ടുവരുന്നത്. പറഞ്ഞാൽ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കണം. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൂടുതൽ പ്രോഫിറ്റ്, മറ്റാൾ പറയുകയാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൂടുതൽ പ്രോഫിറ്റ്. അങ്ങനെ മാനേജേഴ്സ് തമ്മിൽ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം? ഇതിലൂടെ നമ്മുടെ ഓർഗനൈസേഷന് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒബ്ജക്റ്റീവാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, കാരണം എന്താ? ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഫിറ്റ് അധികം ഏൺ ചെയ്താലും നേട്ടന്മാർക്കാണ് മൊത്തം ഓർഗനൈസേഷന്. ശരിയല്ലേ? ഡിപ്പാർട്ട്മെന്റ് 1 ജയിച്ചാലും ഡിപ്പാർട്ട്മെന്റ് 2 കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് 1ന്റെ പെർഫോമൻസ് കൂടിയാലും ഡിപ്പാർട്ട്മെന്റ് 2ന്റെ പെർഫോമൻസ് കൂടിയാലും അൾട്ടിമേറ്റ് നേട്ടമാർക്കാണ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റാണ് കൂടുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഓർഗനൈസേഷന് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഇത് കാരണം കൊണ്ടാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്നുള്ള മെക്കാനിസം വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഡിവിഷൻ. ഓരോ ഇൻഡിവിജ്വൽ ഡിവിഷൻ്റെ പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? When the goods and or services are transferred from one department to another, the revenue of the selling department becomes the cost of the different departments. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അത് റവന്യൂ ആണെങ്കിൽ, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് റവന്യൂ ആണെങ്കിൽ എക്വയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മേടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, എക്വയറിംഗ് മീൻസ് മേടിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് അത് എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏത് ഡിവിഷനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നതും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു ഓർഗനൈസേഷന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഇംപ്രൂവ് ദ പ്രോഫിറ്റ് പൊസിഷൻ. എന്തിനാണ് ഇംപ്രൂവ് ദ പ്രോഫിറ്റ് പൊസിഷൻ? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ആര് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ആരാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുക? ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താലും അതെന്താണ്? ഓവറോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിരിക്കും. ഓവറോൾ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു എൻഷുർ കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് പറഞ്ഞാൽ എന്താ? സമത്വം. അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എന്തായിരിക്കണം? അവരുടെ ഒബ്ജക്റ്റീവ് സെയിം ആയിരിക്കണം. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷനെ നമ്മൾക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കണം എന്നുള്ള വിഷൻ ആയിരിക്കണം. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ബൈയിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അവർക്ക് എന്താണ് അവരുടെ ഗോൾ എന്തായിരിക്കണം? കോൺഗ്രുവൻ്റ് ആയിരിക്കണം. പറഞ്ഞാൽ സെയിം ആയിരിക്കണം. ഓക്കെ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? അവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം
അല്ലെങ്കിൽ അതിൻ്റെ ഗോൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് മാച്ച് ദ ഓവറോൾ പ്രോഫിറ്റ് ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. അവരുടെ പ്രോഫിറ്റ് ഗോൾ എന്തായിരിക്കണം? മാച്ച് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഗോളായിട്ട് മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ടുവരുന്നത്. അടുത്തത് ടു എൻഷ്യൂർ ഡിവിഷണൽ ഓട്ടോണോമി. ഡിവിഷണൽ ഓട്ടോണോമി പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള അവകാശം. ഇതിൽ മാനേജ്മെൻറ്റിന് അധികം റോളില്ല. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിവിഷൻസ് തമ്മിലാണ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിവിഷണൽ മാനേജേഴ്സ് ഉണ്ടാവും. ആ ഡിവിഷന് അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിനെ ഹെഡ് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടാവില്ലേ? ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോർ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഡിഫറെൻറ്റ് ഹെഡ്സ് ഉണ്ടാവും അല്ലേ, മാനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ മാനേജേഴ്സുമാർ തമ്മിലുള്ള അവരുടെ ഡിവിഷനെ എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് അവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അവർക്കാണ് തീരുമാനിക്കാൻ അധികാരമുള്ളത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലേ. ആ മാനേജറിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ ഡിവിഷണൽ ഓട്ടോണോമിയാണ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനും സ്വന്തമായിട്ട് ബെനിഫിറ്റ്സ് ഏൺ ചെയ്യാനുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവർക്ക് വിട്ടുകൊടുത്തു. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രോഫിറ്റ് ഏൺ ചെയ്തോ, ഇത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തോ, മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിൽ സെയിൽ ചെയ്തോ, എത്ര എന്തെങ്കിലും പ്രോഫിറ്റ് ഏൺ ചെയ്യണം, അതല്ലേ. അപ്പോൾ അവർക്ക് തീരുമാനിക്കാം. അതാണ് ഓട്ടോണോമി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുന്നത് ദ പ്രോഫിറ്റ് ഓഫ് വൺ ഡിവിഷൻ ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ആക്ഷൻസ് ഓഫ് അതർ ഡിവിഷൻ. മറ്റൊരു ഡിവിഷൻ്റെ ഒരു ആക്ഷൻസിൻ്റെ മുകളിൽ ഒരിക്കലും ഡിപ്പെൻഡ് ആവരുത് ഒരാളുടെ പ്രോഫിറ്റ് അല്ലേ. അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? The prices should seek to maintain the maximum divisional autonomy so that the benefits of decentralization അല്ലെങ്കിൽ മോട്ടിവേഷൻ, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ഇനിഷ്യേറ്റീവ് എക്സെട്ര ആർ മെയിൻറ്റെയിൻ. മോട്ടിവേഷൻ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ എന്ത് വേണം? ഓട്ടോണോമി വേണം അല്ലേ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഡിവിഷണൽ ഓട്ടോണോമി വേണം ആ ഒരു ഓർഗനൈസേഷന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടു എഷ്യൂർ ഓപ്റ്റിമൽ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് നല്ല രീതിയിൽ അലൊക്കേറ്റ് ചെയ്യണമെങ്കിലും ഈ ട്രാൻസ്ഫർ പ്രൈസിങ് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. എന്തിനാണ്? ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ അലൊക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്, റിസോഴ്സസിൻ്റെ അലൊക്കേഷൻ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ടുവരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലൂടെ സെയിലും പർച്ചേസ് അല്ലേ നടക്കുന്നത്. അപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് എന്തായെങ്കിലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മളത് കറക്റ്റായ വാല്യൂവിലായിരിക്കണം കൊടുക്കേണ്ടത്. പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അത് ഷോർട്ട് കമ്മിങ് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എയും ബിയും, ഓക്കെ, എയിൽ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്, ഓക്കെ, പക്ഷെ ബി പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാനുഫാക്ചറിങ് നടക്കുന്നില്ല. അവിടെ ഒരു പാക്കേജിങ് കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഈ എ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ബിക്ക് എത്തിയാൽ മാത്രമേ അതിൻ്റെ എന്ത് നടക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസും നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ പ്രൈസിൽ തരാം എന്ന് തീരുമാനിച്ചു ബിയോട്. ബിയും എയും തമ്മിൽ ഒരു കോർഡിനേഷനിലെത്തി അവർ തമ്മിൽ പ്രൈസ് ഡിസൈഡ് ചെയ്തു. എന്നിട്ട് പറയാണ് ഞങ്ങൾ 10 രൂപയുടെ സാധനം 12 രൂപയ്ക്ക് തരുള്ളൂ പറയാണ്. അപ്പോൾ ബി പറഞ്ഞു 10 രൂപയുടെ സാധനം ഞങ്ങൾക്ക് 12 രൂപയ്ക്ക് തന്നാൽ പറ്റില്ല, ഞങ്ങൾ 11 രൂപയാണെങ്കിൽ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ എ എന്താ തീരുമാനിക്കാം? നിങ്ങൾക്ക് തരില്ല സാധനം, ഞാൻ പുറത്തേക്ക് വിൽക്കുകയാണെന്ന് പറയുമോ? പറയില്ല ഒരിക്കലും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷന് ആ ഒരു സാധനം അത്യാവശ്യമാണ്. 11 അത് വെച്ച് കൊടുത്താലേ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് കൊടുക്കണേക്കാട്ടിലും നല്ലത് എന്ത് തീരുമാനത്തിലേക്ക് എത്തും? നല്ല രീതിയിൽ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് നടക്കണമെങ്കിൽ ആ 11 രൂപയ്ക്ക് കൊടുത്താലേ ബിൻ്റെ കാര്യങ്ങളും കൂടി നടന്നു പോവുള്ളൂ. അങ്ങനെ എയും ബിയും തമ്മിലൊരു എന്താ പറയുക കോർഡിനേഷനിൽ അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഒത്തുതീർപ്പിൽ വന്നാൽ മാത്രമേ ആ മൊത്തത്തിൽ ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഇത് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പല ഓർഗനൈസേഷനിലും പല തരത്തിലും ആവാം. ഓക്കെ, ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ടു പ്രൊവൈഡ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കാനും ട്രാൻസ്ഫർ പ്രൈസിങ്
സഹായിക്കും. എങ്ങനെയാണ്? ഹൗ ഡസ് ഇറ്റ് ഗീവ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ? അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ സെയിലും പർച്ചേസും നടക്കുന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് എന്തറിയാൻ പറ്റുക? അതിൻ്റെ സ്റ്റാറ്റസ്, ആ ഡിവിഷൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സഹായത്തോടെ, ഈ ഇൻഫർമേഷൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? പോളിസി ഡിസിഷൻ മേക്കിംഗ് പോളിസി ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റും. റിഗാർഡിങ് വാട്ട്? ഷട്ട് ഡൗൺ ഓഫ് ദ ഡിവിഷൻ. ആ ഡിവിഷൻ നിർത്തി വെക്കണോ, അല്ലെങ്കിൽ ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണോ വേണോ, സബ് കോൺട്രാക്ടിങ് നടത്തണോ വേണ്ടയോ, ഈ വക കാര്യങ്ങളിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യും? ടോപ്പ് മാനേജ്മെൻറ്റിന് ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ നല്ലൊരു സ്ഥലം കണ്ടെത്താനായിട്ടും ട്രാൻസ്ഫർ പ്രൈസിങ് സഹായിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, മൊബൈലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, അതൊരു ഇൻ്റർനാഷണൽ ട്രേഡാണ് അല്ലേ? ഇൻ്റർനാഷണൽ ട്രേഡ് ആകുമ്പോൾ അത് ആ ഒരു എന്താ പറയുക, മൊബൈലിൻ്റെ വില സ്വന്തം ഓർഗനൈസേഷനിലേക്കാണ് കൊടുക്കണം എങ്കിലും ഫെയർ പ്രൈസിൽ കൊടുത്തില്ലെങ്കിൽ ആ മൊബൈലിന് നല്ല വില കിട്ടുമോ ഇന്ത്യയിൽ? ഒരിക്കലുമില്ല. അപ്പോൾ ആ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് ഇമ്പോർട്ട്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ ട്രേഡിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ് പോളിസി. എന്താണ് ബെനിഫിറ്റ്സ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് ഈസി ഇവാലുവേഷൻ ഓഫ് ഡിവിഷണൽ പെർഫോമൻസ്. നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് ഡിവിഷണൽ പെർഫോമൻസ് അല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, it maximizes the efforts towards achievement of organizational goal. അടുത്തത് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലുള്ള ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇത് എന്താണ് സഹായിക്കും. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊമോട്ട്സ് എ ഹെൽത്തി ഇന്റർ ഡിവിഷണൽ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. നമുക്കറിയാം ഇന്റർ ഡിവിഷണൽ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇന്റർ ഡിവിഷണൽ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ കാട്ടിലും മുമ്പിലേക്ക് ചാടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കും, ജനറേറ്റ് ചെയ്യും എന്നുള്ളൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഏത് ഡിവിഷനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇൻഫർമേഷൻ നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ നോക്കിയത് തന്നെയാണ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഈസ് പോസിബിൾ. ഈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ആണ് പറയുന്നത് ഡിവിഷണൽ ഓട്ടോണോമി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിൽ നോക്കിയ പോലെ തന്നെ ഡിവിഷണൽ ഓട്ടോണോമി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മീൻ ബൈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അത് വന്നിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡിവിഷനുകൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള വിട്ടുകൊടുക്കലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ടോപ്പ് മാനേജ്മെൻറ്റ് എപ്പോഴും വന്നിട്ട് ആ എല്ലാ ഫംഗ്ഷനിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വരുള്ളൂ. അപ്പോൾ അതാണ് ഈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അത് പോസിബിൾ ആവുന്നു എന്നാണ് ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലൂടെ പറയുന്നത്. അടുത്തത്, ഇറ്റ് ആക്ട് ആസ് എ മെഷറിംഗ് റോഡ് ടു ചെക്ക് ദി സപ്ലൈസ് പ്രൈസ്. സപ്ലയറിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം എന്താ,
സപ്ലൈൻ്റെ പ്രൈസ് എത്രയാണോ അതിൻ്റെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ സെയിം എമൗണ്ടിലായിരിക്കും നമ്മൾ ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ നടത്തുന്നുണ്ടാവുക. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന സെയിലും പർച്ചേസ് എന്തായിരിക്കും റിലേറ്റഡ് ടു സപ്ലയേഴ്സ് പ്രൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം സപ്ലൈൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് വൺ, പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? There could be differences in opinion among the organizational divisional managers with respect to how transfer price need to be set. Okay, മാനേജേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡിവിഷണൽ മാനേജേഴ്സിലെ അവർ തമ്മിൽ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അല്ലേ. ഇത്ര രൂപയ്ക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം മാനേജേഴ്സ് തമ്മിൽ, ഡിവിഷണൽ മാനേജേഴ്സ് തമ്മിൽ ഉണ്ടായിരിക്കാം ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടുപേര് എഗ്രി ചെയ്യണ്ടേ ആ ഒരു പ്രൈസിൽ, എത്ര പ്രൈസിന് മേടിക്കും എത്ര പ്രൈസിന് കൊടുക്കും എന്നുള്ള ആ ഒരു സെറ്റ് ആവാനും വേണ്ടിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഇവിടെ പ്രോബ്ലമിൽ പറയുന്നത്. അടുത്തത്, അഡീഷണൽ ടൈം, കോസ്റ്റ്, മാൻ പവർ വുഡ് ബി റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടൈം അധികം വേണം, കോസ്റ്റും വേണം, പിന്നെ അതിന് എക്സ്ട്രാ ആൾക്കാരും വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് പറ്റാത്ത ചില എല്ലാ സ്ഥാപനങ്ങളിലും പറ്റണം എന്നില്ല. നെക്സ്റ്റ് പറയുന്നത്, ഫോർ സം ഓഫ് ദി ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്, ഫോർ ഇൻസ്റ്റാൻസ് എ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ആർംസ് ലെങ്ത് പ്രൈസ് ഡോണ്ട് വർക്ക് ഈക്വലി ആസ് വെൽ ആസ് സച്ച് ഡിപ്പാർട്ട്മെന്റ് ഡോണ്ട് ഓഫർ മെഷറബിൾ ബെനിഫിറ്റ്സ്. ഓക്കെ, എന്താണെന്ന് പറയുന്നത്, ചില ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസിൽ എന്ത് നടക്കില്ല? ആർംസ് ലെങ്ത് പ്രൈസ് നടക്കില്ല. ആർംസ് ലെങ്ത് പ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ പഠിക്കാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. എന്താണ്, ഇപ്പോൾ ഡിവിഷൻ എയും ഡിവിഷൻ ബിയും സെയിം ഓർഗനൈസേഷനിൽ രണ്ട് ഡിവിഷൻസ് ആണ്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ ശരിക്കും അറിയുന്ന ആൾക്കാരാണ് അല്ലേ, റിലേറ്റഡ് പേഴ്സൺസ് ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ഡിവിഷൻസ് ആണ് അവർ. പക്ഷെ അവർ തമ്മിലൊരു സെയിലും പർച്ചേസ് എങ്ങനെ നടക്കണം എന്നാണ് ഒരു അൺറിലേറ്റഡ് ആൾ. സപ്പോസ് ഇപ്പം ഞാനൊരു അറിയാത്ത ആൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനത്തിൻ്റെ ഒരു മൊബൈലിൻ്റെ വില ചോദിക്കുകയാണെങ്കിൽ ഷോപ്പ് കീപ്പർ എന്താ പറയുക? നിങ്ങളുടെ ഇപ്പം എന്നെ അറിയുന്ന ഒരു ഷോപ്പ് കീപ്പറും അറിയാത്ത ഒരു ഷോപ്പ് കീപ്പറാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം, കോസ്റ്റ് പറയുമ്പോഴുള്ള വ്യത്യാസം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എങ്ങനെ പറയുക? അറിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് ആക്കി തരാം, പരിചയമുള്ള ആളല്ലേ, ചേച്ചിക്ക് ഞാൻ ഡിസ്കൗണ്ട് ആക്കി തരാൻ പറയും. പക്ഷെ അറിയാത്ത ഒരാളാണെങ്കിൽ പറ്റില്ല, ഞങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ്സ് ഒന്നും ഇല്ല, ഇത്ര തന്നെ വേണം, ഇതാണ് ഇതിൻ്റെ MRP എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. അപ്പോൾ അതാണ് ഈ ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ അവർ അറിഞ്ഞിട്ടും കൂടി അറിയാത്ത ഭാവത്തിൽ പറഞ്ഞാൽ അവർ അൺറിലേറ്റഡ് ആൾക്കാരായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന പോലെ നടത്തണം, ആ പ്രൈസ് അങ്ങനെ സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഈ ആംസ് ലെങ്ത് പ്രൈസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ബെനിഫിഷ്യൽ ആയിരിക്കില്ല. ഓക്കെ, എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ്സിന് അതിന് ബെനിഫിറ്റ് ഉണ്ടാവില്ല അല്ലേ. റിലേറ്റഡ് ആൾക്കാരാകുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുക? മേടിക്കുന്ന ആൾക്കൊരു ബെനിഫിറ്റും കൊടുക്കുന്ന ആൾക്കൊരു സാറ്റിസ്ഫാക്ഷനും അതുണ്ടാവും. പക്ഷേ ആംസ് ലെങ്ത് പ്രൈസ് പറഞ്ഞാൽ അൺറിലേറ്റഡ് ആയ പേഴ്സൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഡീൽ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അവിടെ ബെനിഫിറ്റ്സ് കുറവായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ, അങ്ങനത്തെ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ്, ദ ട്രാൻസ്ഫർ പ്രൈസിങ് ഇഷ്യൂ ഈസ് ദ മൾട്ടിനാഷണൽ സെറ്റപ്പ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. മൾട്ടിനാഷണൽ സെറ്റപ്പിൽ ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് സെറ്റ് ചെയ്യുക പറയുന്നത് വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനിപ്പോൾ മൊബൈലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. വേറൊരു കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അയക്കുമ്പോൾ അവിടെ ട്രാൻസ്ഫർ പ്രൈസിങ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനത്തെ കേസസിൽ. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. നമ്മൾ ഓൾറെഡി രണ്ട് മെത്തേഡ് അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റിൽ നമുക്ക് ആദ്യം തൊട്ടിട്ട് ഇത് ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുള്ളൂ രണ്ടെണ്ണം. മൂന്നാമത്തെ മുതലാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടോട്ടൽ കോസ്റ്റ് മെത്തേഡ്. ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ.
അപ്പോൾ ഇതിനെ ഫുൾ കോസ്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് അറിയാം. എന്താണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത്? ട്രാൻസ്ഫർ പ്രൈസ് എന്തായിരിക്കും? മൊത്തത്തിലുള്ള വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ്. ഓക്കെ, ഒരു ഡിവിഷൻ എന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ എങ്ങനെയാണ് ഡിവിഷൻ എയിൽ വരുന്ന വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റ് എത്രയാണുള്ളത് ആ പ്രൊഡക്റ്റിനോട് റിലേറ്റഡ് ആയിട്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് എത്ര കിട്ടുന്നോ അത്ര രൂപയ്ക്ക് പെർ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും അല്ലേ? അപ്പോൾ ആ പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റിന് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രയാണ് ട്രാൻസ്ഫർ പ്രൈസ്, എത്രയാണോ ഫസ്റ്റ് സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും അത് തന്നെയാണ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള കോസ്റ്റ് മൊത്തത്തിൽ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എളുപ്പമാണ്. കാരണം എന്താ, ഇവിടെ വേറെ ഒന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. മൊത്തത്തിൽ വേരിയബിൾ കോസ്റ്റ് എത്ര ആഡ് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എത്ര ആഡ് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക, അത് തന്നെയാണ് ട്രാൻസ്ഫർ പ്രൈസ് പറയുക. അത്ര തന്നെ. നെക്സ്റ്റ്, ദ ടാക്സ് അതോറിറ്റീസ് ഓൾസോ പ്രിഫർ ദിസ് മെത്തേഡ്. ടാക്സ് അതോറിറ്റീസ് എപ്പോഴും ഈ മെത്തേഡാണ് പ്രിഫർ ചെയ്യുക. അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? കാരണം എന്താ, പ്രോഫിറ്റ് കൂടുതൽ വരില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ല, പ്രോഫിറ്റ് എവിടെയും ഇല്ല, ഒക്കെ കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് എത്രയാണോ സെല്ലിംഗ് പ്രൈസും അത്ര തന്നെ വരുന്നുള്ളൂ. സെല്ലിംഗ് പ്രൈസ് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ട്രാൻസ്ഫർ പ്രൈസ്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസ്ഫർ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല. കാരണം എന്താ, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ടോട്ടൽ മീൻസ് ഒരു പ്രൊഡക്റ്റിനോട് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും സെയിൽ ഉണ്ടെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് നിർബന്ധമായിട്ട് നമുക്ക് ഇൻകർ ചെയ്യേണ്ട കോസ്റ്റാണ്. അതിനെ കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫർ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്താൽ അത് ശരിയല്ല, അത് ഇറെലവൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് ദ സെല്ലിംഗ് ഡിവിഷൻ ഡസൻ ഗെറ്റ് പ്രോഫിറ്റ്. ഇവിടെ സെല്ലിംഗ് ഡിവിഷന് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? പ്രോഫിറ്റ് കിട്ടുന്നില്ല. എത്ര രൂപയ്ക്കാണോ അവർക്ക് കിട്ടുന്നത് അത്ര രൂപയ്ക്ക് തന്നെയാണ് അവർ സെൽ ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രോഫിറ്റ് സെൻറ്റർ, അവരൊരു റവന്യൂ ജനറേറ്റിംഗ് സെൻറ്റർ ആയിട്ട് ഐഡൻറ്റിറ്റി അവർക്ക് കിട്ടുന്നില്ല. ദ ലോസ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി ആസ് എ പ്രോഫിറ്റ് സെൻറ്റർ. അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്നില്ല. കാരണം എന്താ, ഇവിടെ ഡിവിഷൻ എയും ബിയും ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നില്ല. കോമ്പറ്റീഷൻ നടക്കണമെങ്കിൽ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യണം. റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് കിട്ടണം അല്ലേ? അപ്പോഴല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരാൾ മുന്നിൽ ഒരാൾ പിന്നിൽ പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരേപോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും ഒരു പ്രോഫിറ്റ് സെൻറ്റർ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഇൻസെൻറ്റീവ് ടു ദി സെല്ലിംഗ് ഡിവിഷൻ. സെല്ലിംഗ് ഡിവിഷന് ഒരു ഇൻസെൻറ്റീവും ഇതിൽ കിട്ടുന്നില്ല. അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. അവർക്ക് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് കിട്ടണം. അത് കിട്ടുന്നില്ല. അവിടെ സെയിം തന്നെയാണ്. അവർ എത്ര വിലയ്ക്ക് അവർക്ക് കിട്ടുന്നത് വെച്ചാൽ അവർ അത്ര വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ട്സ്. നെക്സ്റ്റ്, there may be confusion or inclusion of selling and distribution expenses in the computation of total cost. Most of these expenses are not needed for internal transfer. Okay, what does it mean? Selling and distribution expenses എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യുക? ഒരു പ്രൊഡക്റ്റിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അതിനെ സെല്ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളതിനെ ആഡ് ചെയ്യുക. പക്ഷേ ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? വിതിൻ ദ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോട്ടൽ കോസ്റ്റിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ കൂടി ഈ ഒരു ടോട്ടൽ കോസ്റ്റ് മെത്തേഡിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡ്. ഇത് ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ എക്സ്ട്രാ ആഡ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ ചെയ്യണത്? ഇവിടെ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് ദ ട്രാൻസ്ഫർ പ്രൈസ് ഇസ് ഫിക്സ്ഡ് by adding a profit margin to the total cost per unit. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു എന്നാണ്
പറയുന്നത്. ദ പ്രോഫിറ്റ് മാർജിൻ ഈസ് ഐദർ എ പെർസെൻറ്റേജ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽ. ഇത് ഈ പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാവാം? ക്യാപിറ്റൽ, മൊത്തം ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയാണോ അതിൻ്റെ മുകളിലത്തെ ഒരു പെർസെൻറ്റേജ് ആവാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്, അതിൻ്റെ മുകളിലത്തെ ഒരു പെർസെൻറ്റേജും ആയേക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ്, ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് എന്തായിരിക്കും? ഈ ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ മുകളിലൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ മുകളിലൊരു പെർസെൻറ്റേജ് ആയിട്ടാണ് കാണിക്കുക. ഇത് സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ്. ഇത് സിമ്പിൾ ആണ് എന്നാണ് അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് പ്രോഫിറ്റ് പെർഫോമൻസ് ഓഫ് ഈച്ച് യൂണിറ്റ് ഈസ് മെഷറബിൾ ആൻഡ് എഫിഷ്യൻസി ക്യാൻ ബി റീസണബിളി ഡിറ്റർമൈൻ. പ്രോഫിറ്റ് പെർഫോമൻസ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രോഫിറ്റ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ അവരുടെ എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ് ബിലോങ്ങിങ് ടു ദി സെയിം ഓർഗനൈസേഷൻ. ഒരു സെയിം ഓർഗനൈസേഷനിൽ ഒരാൾ എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് പ്രോഫിറ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഫിറ്റ് എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് സെൻറ്റേഴ്സിന് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് ആൻ ഇൻസെൻറ്റീവ് ടു ദ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെല്ലിംഗ് ഡിവിഷൻ. ഇത് സെല്ലിംഗ് ഡിവിഷന് എന്താണ്? ഒരു ഇൻസെൻറ്റീവാണ്. ഇവിടെ കാരണം എന്താ? പ്രോഫിറ്റ് വന്നു അല്ലേ. പ്രോഫിറ്റ് വന്നപ്പോൾ എന്തുണ്ടായി? സെല്ലിംഗ് ഡിവിഷന് ഒരു ഇൻസെൻറ്റീവ് കിട്ടി. നേരത്തെ ടോട്ടൽ കോസ്റ്റ് മെത്തേഡിൽ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നില്ല, ഇവിടെ ഇൻസെൻറ്റീവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ദ ഡിസൈർഡ് പ്രോഫിറ്റ് ഫോർ ദ ഡിവിഷൻ. ഇവിടെ ആ ഒരു ഡിവിഷന് ഡിസൈർഡ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സഹായിക്കും ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് മാർജിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് ദ പ്രോഫിറ്റ് ആഡഡ് ടു ദ കോസ്റ്റ് ഈസ് നത്തിങ് ബട്ട് ദ പേപ്പർ പ്രോഫിറ്റ്. പ്രോഫിറ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തു, പക്ഷെ ഇതെന്താണ്? ശരിക്കുള്ള പ്രോഫിറ്റ് ആണോ? അല്ല. കാരണം എന്താ? സെയിം ഓർഗനൈസേഷനിൽ നടക്കുന്ന സെയിലിംഗ് പർച്ചേസ് ആയതുകൊണ്ട് ഇതിനെ നമുക്കൊരു പേപ്പർ പ്രോഫിറ്റ് ആണെന്ന് പറയാം. ഡിപ്പാർട്ട്മെൻറ്റ് എ 10 രൂപയുടെ സാധനം 12 രൂപയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബിന് കൊടുത്തു. ആ ഒരു പ്രോഫിറ്റ് നമുക്ക് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എ കാണിക്കും ഞാൻ ഇത്ര രൂപയ്ക്ക് സാധനം വിറ്റു, ഡിപ്പാർട്ട്മെൻറ്റ് ബി കാണിക്കും എനിക്ക് ഇത്ര രൂപ എനിക്ക് സാധനം ഞാൻ മേടിച്ചു എന്നുള്ളത് കാണിക്കും. പക്ഷേ ജസ്റ്റ് എ സിമ്പിൾ പേപ്പർ പ്രോഫിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ റിയൽ പ്രോഫിറ്റ്. ഓക്കെ, ഒരിക്കലും ആ പ്രോഫിറ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? വെറുതെ ആഡ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റാണ് കാണിക്കുന്നത്. സോ ദിസ് മേ ലീഡ് ടു അൺനെസസറിലി ആഡിങ് ദ അസറ്റ് വാല്യൂ ഓഫ് ദ സെയിം ഓർഗനൈസേഷൻ. അസറ്റ് വാല്യൂവിൽ ഒരു എന്താ പറയുക, അസറ്റ് വാല്യൂ ഇൻക്രീസ് ആവുക എന്നല്ലാണ്ട് ഇത് ശരിക്കുള്ള ഒരു പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്, sometimes auditors may object to the inclusion of artificial profit for stock valuation purpose. സ്റ്റോക്ക് വാല്യൂഷൻ പർപ്പസ് നടക്കുമ്പോൾ ഓഡിറ്റേഴ്സ് എന്താ പറയുക? അവരൊരിക്കലും ഈ ആർട്ടിഫിഷ്യൽ പ്രോഫിറ്റ് ആഡ് ചെയ്യണ്ടെന്ന് പറയും. കാരണം എന്താ? സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുകയുള്ളൂ. ഓക്കെ, സ്റ്റോക്കിൻ്റെ വാല്യൂ എമൗണ്ട് എന്താവും? കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വേണ്ട പറയും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ദ ഫെയർ പ്രോഫിറ്റ്. ശരിക്കുള്ള പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ്. കാരണം എന്താ? നമ്മളിവിടെ പേപ്പർ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ശരിക്കും എയും ബിയും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. ജസ്റ്റ് ഫോർ നെയിം സേക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നു. പക്ഷെ അവിടെ ശരിക്കും പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇത് ശരിക്കും ഫെയർ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഓർഗനൈസേഷൻ്റെ. ഓക്കെ, നെക്സ്റ്റ്, മാർജിനൽ കോസ്റ്റ് മെത്തേഡ്. മാർജിനൽ കോസ്റ്റ് മെത്തേഡ് എന്താണ്? ഈ മെത്തേഡിൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് ആണ് പറഞ്ഞാൽ what do you mean by marginal cost? ഒരു യൂണിറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റ് അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദിസ് മെത്തേഡ്സ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ദ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താണ്? മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ പ്രകാരമാണ് സെല്ലിംഗ് നടക്കുന്നത്. ഓക്കെ, this method involves transferring goods or services at the marginal cost per unit by selling division. Selling division എന്ത് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റിന് വെച്ചിട്ടാണ് എന്ത് ചെയ്യണം? സെല്ല് ചെയ്യുന്നത്.
ഫിക്സഡ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിൽ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ നേരത്തെ ടോട്ടൽ കോസ്റ്റിൽ പഠിച്ചു എന്താണ്? ഫിക്സഡ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ് അവർ ആഡ് ചെയ്തിട്ടാണ് അത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മാർജിനൽ കോസ്റ്റിൽ എന്ത് ചെയ്യണത്? ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ വെറും വേരിയബിൾ കോസ്റ്റ് മാത്രം എത്രയാണോ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് അല്ല, മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ അത്ര രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? സെല്ല് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദിസ് മെത്തേഡ് ഇസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് മാർജിനൽ കോസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് ആ വിലയ്ക്ക് നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് അത് സെല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, ഇറ്റ് എൻകറേജസ് ബൈയിങ് ഡിവിഷൻ. ബൈയിങ് ഡിവിഷന് എന്താണ് അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ? അവർക്ക് ഫിക്സഡ് കോസ്റ്റ് വരുന്നില്ല. To acquire goods internally due to the lower transfer rate. അത് കാരണം കൊണ്ട് ഫിക്സഡ് കോസ്റ്റ് ആ ഒരു കോസ്റ്റിൽ വരാത്തതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവുന്നു? ട്രാൻസ്ഫർ പ്രൈസ് കുറയുന്നു, ലോവർ ട്രാൻസ്ഫർ പ്രൈസ് ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്? അവർ എൻകറേജ് ആവുന്നു എന്തിന്? മേടിക്കാൻ വേണ്ടിയിട്ട്. ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ അവർ എൻകറേജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Next one, this method is desirable when the selling division has an idle or unused capacity. അവിടെ സെല്ലിംഗ് ഡിവിഷന് കപ്പാസിറ്റി കുറവാണ്, അല്ലെങ്കിൽ അവിടെ അവർക്ക് അത്ര അധികം ഇത് വരുന്നില്ല, അല്ലെങ്കിൽ സെയിൽസ് വരുന്നില്ല എന്ന് വരുന്ന സമയത്താണ് ഈ ഒരു മെത്തേഡുകൾ അവരെന്താ ചെയ്യുക? മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് സെല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഫെയിൽസ് ടു ജനറേറ്റ് പ്രോഫിറ്റ് ഫോർ സെല്ലിംഗ് ഡിവിഷൻ. ഇത് സെല്ലിംഗ് ഡിവിഷന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കില്ല. കാരണം എന്താ? ഇവിടെ ഫിക്സഡ് കോസ്റ്റ് വരുന്നില്ല, അത് കാരണം കൊണ്ട് ട്രാൻസ്ഫർ പ്രൈസ് ഉണ്ടാവുന്നു, കുറയുന്നു. അപ്പോൾ എന്തുണ്ടാവണില്ല? പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല അവിടെ. ആസ് എ റിസൾട്ട് ദ സെല്ലിംഗ് ഡിവിഷൻ ലോസസ് ഇറ്റ് ഐഡന്റിറ്റി ആസ് പ്രോഫിറ്റ് സെൻറ്റർ. അവിടെ സെല്ലിംഗ് ഡിവിഷന് പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല പറഞ്ഞാൽ തന്നെ അവരുടെ ഐഡന്റിറ്റി ലൂസ് ചെയ്യും പ്രോഫിറ്റ് സെൻറ്ററായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ടോട്ടൽ കോസ്റ്റ് മെത്തേഡിലും ഇതന്നെ പഠിച്ചത് എന്താണ്? അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അവരുടെ ഐഡന്റിറ്റി പ്രോഫിറ്റ് സെൻറ്ററായിട്ട് ലൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. There may be a problem for selling division to recover the fixed cost. സെല്ലിംഗ് ഡിവിഷന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. മറ്റത് അവർ എന്ത് ചെയ്തിരുന്നു? ടോട്ടൽ കോസ്റ്റ് മെത്തേഡിൽ അവർ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് ആണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ആ സമയത്ത് ഈ സെല്ലിംഗ് ഡിവിഷൻ എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്തത് അത് അവർക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. പക്ഷേ ഈ സമയത്ത് മാർജിനൽ കോസ്റ്റ് വെച്ചിട്ട് അവർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? റിക്കവർ ചെയ്യാൻ പറ്റില്ല. അവർ തന്നെ ബിയർ ചെയ്യണം. സെല്ലിംഗ് ഡിവിഷൻ തന്നെ ഫിക്സഡ് കോസ്റ്റ് ബിയർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ പറയുന്നത് adjustments are required while valuing the work in progress and finished stock. ഫിനിഷ് സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. അടുത്തൊരു മെത്തേഡ് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്? നേരത്തെ കൂട്ടി തീരുമാനിച്ച ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ്, അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതിൽ നിന്ന് കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് ആയിരിക്കും, ഒരിക്കലും മാറ്റം വരാത്ത ഒരു കോസ്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇൻ ദിസ് മെത്തേഡ് ദ ട്രാൻസ്ഫർ പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ട്രാൻസ്ഫർ പ്രൈസ് എന്തിൻ്റെ ബേസിലായിരിക്കും? സ്റ്റാൻഡേർഡ് കോസ്റ്റിന് മുകളിൽ. ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇവിടെ മാനേജ്മെൻ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുക ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു എമൗണ്ട് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടാകും. ഇത്ര രൂപ വെച്ചിട്ടാണ് എയും ബിയും തമ്മിൽ ഇന്ന പ്രൊഡക്റ്റ് ട്രാൻസാക്ഷൻ നടത്തേണ്ടത് എന്നുള്ളത് നേരത്തെ കൂട്ടി മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അഡ്വാൻസ്ഡ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കിട്ടിയാലും കുറഞ്ഞിട്ട് സെല്ലിംഗ് ഡിവിഷന് കിട്ടിയാലും ആ പ്രൈസിൽ തന്നെ വിൽക്കേണ്ടി വരും. പ്രോഫിറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. അത് മാനേജ്മെൻറ്റാണ് ആ പ്രൈസ് ഫിക്സ് ചെയ്ത് തീരുമാനിക്കുക. ഇതിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ വൺസ് ദ സ്റ്റാൻഡേർഡ്സ് ആർ പ്രോപ്പർലി സെറ്റ്. ഒരിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രോപ്പർലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. കാരണം എന്താ, നമുക്ക് വേറെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ആ ഒരു എമൗണ്ടാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ എമൗണ്ടിൽ കൊടുക്കണം, അത്രയും മാത്രമേ നോക്കേണ്ടതുള്ളൂ. Next one, it provides an incentive to the selling division to control its operating cost to improve efficiency. ഇവിടെ അവർക്കൊരു ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി മാനേജ്മെൻറ്റ് തീരുമാനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടിട്ടുണ്ടാവുക?
സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏകദേശം ഇത്ര പ്രോഫിറ്റ് കിട്ടണം എന്ന രീതിയിലായിരിക്കും അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ആ ഒരു സ്റ്റാൻഡേർഡ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട്. അത് കാരണം കൊണ്ട് അവർക്ക് അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പ്രോഫിറ്റ് കിട്ടാൻ കൊണ്ട് അവർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ സഹായിക്കും. അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ അത് അവരിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? Buying division need not to bear the cost of inefficiency on the part of the selling divisions. In other words, the selling division cannot impose its cost of inefficient operation on buying division. ഒരിക്കലും സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിന് മുകളിൽ നിങ്ങൾ ഇത്രയ്ക്ക് അല്ലെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് എക്സ്ട്രാ തരണം അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ തരുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരിക്കലും ബൈയിങ് ഡിവിഷന് ഇതെന്താണ് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. അവർക്ക് ഓൾറെഡി അറിയാം ഇത്ര രൂപയ്ക്ക് ഞങ്ങൾക്ക് ആ സാധനം കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് എത്ര ആണെങ്കിലും അല്ലെങ്കിൽ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെക്കാട്ടിലും കൂടുതൽ കോസ്റ്റിലാണ് പർച്ചേസ് ചെയ്തെങ്കിലും ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അവർക്ക് ഓൾറെഡി അറിയാം എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെറ്റ് റിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കാൻ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് സയൻറ്റിഫിക് അനാലിസിസ് ഒക്കെ വേണം. ഓക്കെ, അതിന് അത്രയുണ്ടായ മെത്തേഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അത്ര അനലൈസിസും മറ്റേ ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നെ സെറ്റ് ചെയ്യുക. അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് സത്യം പറഞ്ഞാൽ. അത് റിയലി ശരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യൽ തന്നെ വലിയൊരു ഡിഫിക്കൽട്ടായ കാര്യമാണ്. കാരണം എപ്പോഴും അതൊരു സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നുള്ള ആ ഒരു ഫോർകാസ്റ്റിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു മാനേജേഴ്സ് ടു ഇംപ്രൂവ് സ്റ്റാൻഡേർഡ്സ്. ഇതിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിലൂടെ നമുക്കൊരു മാനേജേഴ്സിന് ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർ എത്രത്തോളം സെയിൽ ചെയ്യുന്നു, എത്ര പ്രോഫിറ്റ്സ് കൂടുതൽ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് ഇൻസെൻറ്റീവ് ഒരിക്കലും മാനേജേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി സെറ്റ് അല്ലേ, ആ കോസ്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാനേജേഴ്സിന് ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഇനിയും പ്രോഫിറ്റ് കൂട്ടാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കണമെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റില്ല. അടുത്തത് ദി സെല്ലിംഗ് ഡിവിഷൻസ് ലോസസ് ഇറ്റ് ഐഡൻറ്റിറ്റി ആസ് എ പ്രോഫിറ്റ് സെൻറ്റർ. സെല്ലിംഗ് ഡിവിഷൻ ഇവിടെയും എന്താവണം, പ്രോഫിറ്റ് സെൻറ്റർ. അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചില സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലിംഗ് ഡിവിഷൻ ഇൻ കേസ് ആലോചിച്ച് നോക്കൂ, കൂടുതൽ പൈസയ്ക്കാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പൈസ വരുന്നുണ്ട് ആ സാധനം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മേടിക്കാനായിട്ട്. അത് എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യണം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഈ സ്റ്റാൻഡേർഡ് പ്രൈസ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നഷ്ടമാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് സെല്ലിംഗ് ഡിവിഷൻ്റെ ഐഡൻറ്റിറ്റി ലൂസ് ആയി പോകുന്നു അല്ലെങ്കിൽ അവിടെ അവർക്ക് പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ മെത്തേഡിൽ കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്. Opportunity cost based ആയിരിക്കും. Okay, under this method goods and services are transferred by the selling division at opportunity cost. Opportunity cost വെച്ചിട്ടാണ് സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഇറ്റ് ഇസ് എ മാക്സിമം പ്രൈസ് that the buying division would willing to pay and the minimum price that the selling department would be willing to accept. അപ്പോൾ ഒരു ധാരണ പ്രൈസ് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഏറ്റവും മാക്സിമം പ്രൈസ് ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് അല്ലെങ്കിൽ ഏറ്റവും മിനിമം പ്രൈസ് സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം പ്രൈസ്, ആ ഒരു മിനിമം മാക്സിമം പ്രൈസ് ഫോർ ദ ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മിനിമം പ്രൈസ് ടു അക്സെപ്റ്റ് ഫോർ ദ സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. മാർക്കറ്റ് പ്രൈസ് എല്ലാവർക്കും അറിയാലോ. എന്താണ് മാർക്കറ്റ് പ്രൈസ്? MRP അല്ലേ. MRPയിൽ എന്താ ചെയ്യുക, സെല്ല് ചെയ്യുക. മീൻസ് നമ്മൾ മേടിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര രൂപയ്ക്ക് ആയിക്കോട്ടെ,
സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര കോസ്റ്റോ വന്നോട്ടെ, പക്ഷെ മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന ഏത് പ്രൈസാണോ ആ പ്രൈസിനാണ് സാധനങ്ങൾ വിൽക്കുന്നുള്ളൂ. ഓക്കെ, സാധനങ്ങൾ വിൽക്കുന്നത് ഏത് പ്രൈസിലാണ്? മാർക്കറ്റിൽ കറൻ്റ്ലി മാർക്കറ്റിൽ നടക്കുന്ന ആ പ്രൊഡക്റ്റിന് എത്ര പ്രൈസാണോ ആ പ്രൈസിൽ വെച്ചിട്ടാണ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഡിവിഷന് സെല്ല് ചെയ്യുക. This method of using the current market price by selling division for internal transfer of its goods and services. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇന്റേണൽ ട്രാൻസ്ഫേഴ്സ് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ നടക്കുന്നുണ്ടാവുക. ഓക്കെ, ദിസ് മെത്തേഡ് ഫെസിലിറ്റേറ്റ്സ് കമ്പയറിംഗ് ദ ഡിവിഷൻസ് പ്രോഫിറ്റബിലിറ്റി വിത്ത് സിമിലർ ഓർഗനൈസേഷൻ ഇൻ ദ സെയിം ലൈൻ ഓഫ് ബിസിനസ്. ഒരേപോലത്തെ നടത്തുന്ന വേറെ ഓർഗനൈസേഷൻ ഉണ്ടാവില്ല, ഒരേ ബിസിനസ് നടത്തുന്ന വേറെ ഓർഗനൈസേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഡിവിഷൻസിന് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് ഡിവിഷൻസ് എത്ര പ്രോഫിറ്റബിൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എത്ര പ്രോഗ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് ആ അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന മറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഡിവിഷൻസായിട്ട് കമ്പയർ ചെയ്യാനും കൂടി സഹായിക്കും ഈ ഒരു മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു പ്രിസർവ് ദ സെല്ലിംഗ് ഡിവിഷൻ ഓട്ടോണോമി. ദ സെല്ലിംഗ് ഡിവിഷൻ ഈസ് വ്യൂഡ് അറ്റ് പ്രോഫിറ്റ് സെൻറ്റർ. സെല്ലിംഗ് ഡിവിഷന് ഇവിടെ നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കാരണം എന്താ മാർക്കറ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്. പിന്നെ അവർക്ക് ഡിവിഷണൽ ഓട്ടോണോമി കിട്ടുന്നത്, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം ഏത് പ്രൈസിലാണ് അവർ വിൽക്കേണ്ടത്, എത്ര പ്രോഫിറ്റാണ് അവർ ഏൺ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിവിഷണൽ ഓട്ടോണോമിയും അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേറ്റ്സ് ഫ്രം ടൈം ടു ടൈം. എന്താണ്? മാർക്കറ്റ് പ്രൈസ് എപ്പോഴും സ്ഥിരമായിട്ട് അങ്ങനെ ഇരിക്കില്ല, എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആവും. ഇന്ന് 10 രൂപയാണെങ്കിൽ നാളെ 15 രൂപയായി മാറും, പിന്നെ 9 രൂപയാവും. അപ്പോൾ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രൈസാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സ്ഥിരമായിട്ട് ബേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ഡിപ്പെൻഡായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല ഒരു ഓർഗനൈസേഷനിൽ, ഇൻ്റർനെറ്റ് ട്രാൻസ്ഫേഴ്സിന് മെയിൻലി. ഓക്കെ, നെക്സ്റ്റ്, prices in the open market will vary between suppliers because of special discounts, quantity discount, delivery charges, etc. ഓക്കെ, ഈ പ്രൈസസ് മാർക്കറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ പരിചയമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് മേടിക്കുന്ന സാധനം പരിചയമില്ലാത്ത ആളുടെ അടുത്ത് പോയിട്ട് മേടിക്കുന്ന സാധനം തമ്മിൽ ആ ഒരു റേറ്റിൽ മാർക്കറ്റ് പ്രൈസിൽ വ്യത്യാസം വരും അല്ലേ? ബിക്കോസ് കാരണം എന്താ, അവിടെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ പരിചയത്തിൻ്റെ ഡിസ്കൗണ്ട്, ഇതൊക്കെ അവിടെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട് ആ മാർക്കറ്റിൽ. അപ്പോൾ ഇത് കാരണം കൊണ്ട് പ്രൈസസ് എപ്പോഴും എന്താണ്, ഫിക്സഡ് അല്ല, അല്ലെങ്കിൽ MRP ഇന്നതാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഓപ്പൺ മാർക്കറ്റിൽ എത്ര മാർക്കറ്റ് പ്രൈസ് നടക്കുന്നു എന്നുള്ളത് ഡിവിഷൻസ് മാനേജേഴ്സിന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം കൊണ്ട് ഇത് നമുക്കൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയ മെത്തേഡാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡ്. എന്താണ് ഈ നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡ്? രണ്ട് പേര് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യും, ഇത്ര രൂപയ്ക്ക്, അല്ലെങ്കിൽ എഗ്രി ആവും, മ്യൂച്വലി എഗ്രി ആവും. ഓക്കെ, ദേ മ്യൂച്വലി എഗ്രി വിത്ത് ദ പ്രൈസ്. ഇത്ര രൂപയ്ക്ക് വിൽക്കാം, ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് വിൽക്കാം, ശരി സമ്മതിച്ചു, അങ്ങോട്ടേ ഇല്ല പറഞ്ഞിട്ടുള്ള ഫിക്സ്. രണ്ട് ഡിവിഷൻസ് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നിട്ട് അഗ്രി ചെയ്തിട്ട് വരുന്ന പ്രൈസിനെയാണ് നെഗോഷിയേറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. ആ പ്രൈസിലായിരിക്കും ഇൻറ്റർണൽ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നുണ്ടാവുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അച്ചീവിങ് ഓവറോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇവിടെ എന്താണ്, രണ്ട് പേർക്ക് സെയിം കാഴ്ചപ്പാടായിരിക്കും അല്ലേ, ഒരു അപ്പോൾ അതിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത് ഈ പ്രൈസിങ് മെത്തേഡ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് അൺഡിസൈറബിൾ കോൺസിക്വൻസസ് ആൻഡ് മിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ ഡിവിഷണൽ മാനേജേഴ്സ്. ഡിവിഷണൽ മാനേജേഴ്സ് തമ്മിലുള്ള മിസ്ട്രസ്റ്റ് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. തമ്മിലുള്ള മിസ്ട്രസ്റ്റ് പറയുമ്പോൾ വിശ്വാസക്കുറവ് അല്ലേ, അതാണ് നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കുന്നത്. അവർ രണ്ടുപേര് വന്നിട്ട് ഒരേ പ്രൈസിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എത്താൻ കാരണം കൊണ്ട്, തമ്മിലുള്ള ഒരു ധാരണയിൽ എത്താൻ കാരണം കൊണ്ട് അവിടെ മിസ്ട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദ മ്യൂച്വലി എഗ്രീഡ് പ്രൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെഗോഷിയേറ്റിംഗ് സ്കിൽസ്. രണ്ട് മാനേജേഴ്സ് തമ്മിലുള്ള നെഗോഷിയേറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ബാർഗെയിനിങ് പവറിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ നെഗോഷിയേറ്റഡ് പ്രൈസ് അല്ലേ.
അപ്പോൾ അത് ഒരു വലിയൊരു ഡ്രോബാക്കാണ്. കാരണം എന്താ, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ നല്ല കുറഞ്ഞ വിലയ്ക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ലാഭമായില്ലെങ്കിലും ചിലപ്പോൾ നഷ്ടമായില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബാർഗെയിനിങ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ ആ ഒരു മാൻ പവർ അല്ലെങ്കിൽ ആ ഒരു മാനേജേഴ്സിൻ്റെ സ്കിൽസിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഈ ഒരു പ്രൈസ്. ഓക്കെ, ഇതിനൊരു ഡെഫിനറ്റായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇത്ര ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, ദിസ് മെത്തേഡ് ഇസ് ടൈം കൺസ്യൂമിങ്. ഇത് ടൈം കൺസ്യൂമിങ് ആണ്. രണ്ടുപേര് തമ്മിലൊരു ധാരണയിൽ എത്തണമെങ്കിൽ തന്നെ നല്ലൊരു സമയം എടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതാണ് ഇത് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ലീഡ് ടു കൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിവിഷൻസ്. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കൺഫ്ലിക്ട്സ് ഉണ്ടാവാനും കൂടി ഇത് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി കൂടുതലാണ് ഈ ഒരു മെത്തേഡിൽ. കാരണം എന്താ വെച്ചാൽ രണ്ട് പേരാണ് തമ്മിൽ എഗ്രി ചെയ്യേണ്ട ഒരു പ്രൈസാണ് അത്. അപ്പോൾ ആ ഒരു എഗ്രിയിൽ വന്നില്ലെങ്കിൽ അവർ തമ്മിൽ തീർച്ചയായിട്ടും കൺഫ്ലിക്റ്റിലേക്ക് പോകും. ഓക്കെ, അടി അല്ലെങ്കിൽ വഴക്കിലേക്ക് ആവും എന്നാണ്. അത് എന്താ ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഒരു ഡിസിപ്ലിനെ കൂടി ബാധിക്കും. അപ്പോൾ അതിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഒരു പ്രൈസ്. എന്താണ് അതിൻ്റെ അണ്ടർ ദിസ് മെത്തേഡ് ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടേക്സ് പ്ലേസ് അറ്റ് ആംസ് ലെങ്ത് പ്രൈസ്. ഓക്കെ, ആംസ് ലെങ്ത് പ്രൈസ് പറഞ്ഞാൽ ഒരു ആമിൻ്റെ ദൂരം വെച്ചിട്ടാണ് പ്രൈസ് വയ്ക്കുക. പറഞ്ഞാൽ അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ഭാവത്തിൽ അറിയാത്ത ഒരാൾക്ക് കൊടുക്കുന്ന വിലയിൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ആംസ് ലെങ്ത് പ്രൈസ് ഇസ് ദ amount or price that would be charged or would have been charged for the same product or services if independent transactions were carried out with unrelated parties under similar condition. Unrelated parties ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ചാർജ് ചെയ്യുന്നുണ്ടാവുക, പ്രൈസ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ടാവുക. ആർക്ക്, ഡിവിഷൻസ് തമ്മിൽ. ഓക്കെ, അറിയാത്ത പാർട്ടീസ് തമ്മിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, പറഞ്ഞാൽ ഏത് പ്രൈസിലാണ് നമ്മൾ അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നത് വെച്ചാൽ ആ പ്രൈസ് തന്നെയാണ് ചാർജ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എത്രയാണെങ്കിലും അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്, ആംസ് ലെങ്ത് പ്രൈസ്. ഞാൻ അറിയാത്ത ഒരാൾക്ക് നടത്തുന്ന ട്രാൻസാക്ഷൻ എത്ര രൂപയ്ക്കാണോ അത്ര എമൗണ്ട് തന്നെയാണ് അറിയുന്ന ആൾക്കും അല്ലെങ്കിൽ അറിയുന്ന ആ ഡിവിഷൻ നമ്മുടെ ഉള്ളിലുള്ള ഡിവിഷന് തന്നെ ചാർജ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡുവൽ പ്രൈസ് മെത്തേഡ്. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഡുവൽ പ്രൈസ് പറഞ്ഞാൽ രണ്ട് പ്രൈസ് ഉണ്ടാവും അല്ലേ. ഡുവൽ പ്രൈസ് പറഞ്ഞാൽ തന്നെ എന്താണ്, രണ്ട് പ്രൈസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ രണ്ട് പ്രൈസ് എവിടേക്കാണ് വരുന്നത്? ഇവിടെ പറയുന്നത് അണ്ടർ ദിസ് മെത്തേഡ് the selling division is credited at the outside selling price or with the amount calculated by a markup to the full cost. ഫുൾ കോസ്റ്റ് എത്രയാണോ അതോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നടക്കുന്ന ഔട്ട്സൈഡ് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് ഇത് വെച്ചിട്ടാണ് സെല്ലിംഗ് ഡിവിഷൻ അവരുടെ സെയിൽസ് കണക്കാക്കുക. ഡിവിഷൻ എ എന്ന് പറയുന്നത് സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർ കണക്കാക്കുന്ന പ്രൈസ് എങ്ങനെയായിരിക്കും, MRP അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് വെച്ചിട്ടായിരിക്കും അവർ അവരുടെ സെയിൽ കണക്കാക്കുക. പക്ഷേ ബൈയിങ് ഡിവിഷൻ എന്താ ചെയ്യുക, അവരുടെ വേരിയബിൾ കോസ്റ്റിൻ്റെ വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്രയാണോ ആ പ്രൊഡക്റ്റിൻ്റെ അത് മാത്രമായിരിക്കും അവർക്ക് ബൈയിങ് പ്രൈസ്. അപ്പോൾ രണ്ട് പേര് രണ്ട് തരത്തിൽ കാണിക്കും, രണ്ട് പ്രൈസ് ആക്കിയിട്ടാണ് കാണിക്കുക. സെല്ലിംഗ് ഡിവിഷനും ബൈയിങ് ഡിവിഷനും. സെല്ലിംഗ് ഡിവിഷൻ എന്താ കാണിക്കുക, മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ ബൈയിങ് ഡിവിഷൻ എന്താ ചെയ്യുക, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് ആ പ്രൊഡക്റ്റിൻ്റെ അത് മാത്രമാണ് അവർക്ക് ബൈയിങ് പ്രൈസ് ആയിട്ട് അവർക്ക് കോസ്റ്റ് ആയിട്ട് അവർ കാണിക്കുള്ളൂ. രണ്ട് ഡിപ്പാർട്ട്മെന്റ് രണ്ട് തരത്തിൽ കാണിക്കും. ഇതൊരു പ്രൈസ് മെത്തേഡാണ്. ഓക്കെ.